3.4 സെന്റ് ലാൻഡിൽ 1628 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളോട് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ബഡ്ജറ്റിൽ ഇണങ്ങുന്ന ഒരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് എലിവേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. പരിചയപ്പെടുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്തായിട്ടാണ്. KME എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാവർക്കും അറിയാം. അതിനടുത്താണ് വീട് വരുന്നത്. മെയിൻ റോഡിൽ നിന്നും, അതായത് ബസ് റൂട്ടിൽ നിന്ന് വെറും 300 മീറ്റർ ആണ് ദൂരം വരുന്നത്. പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വില്ല സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഭംഗിയുള്ള എലിവേഷൻ ആണ്. നല്ല ഡിസൈനുള്ള വർക്കുകൾ വരുന്നുണ്ട്. മതിൽ നോക്കുവാണെങ്കിൽ തന്നെ നല്ല ഡയമണ്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ പെയിന്റ് ആണ് മതിലിന് കൊടുത്തിരിക്കുന്നത്. റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ്. വീടിന്റെ ഫ്രണ്ട് എലവേഷൻ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള കളർ പെയിന്റിങ്സ് ഒക്കെ കൊടുത്ത് നല്ല അട്രാക്റ്റീവായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോമ്പൗണ്ട് വാളിന്റെ മെയിൻ പില്ലറുകളിൽ 2 ലൈറ്റ് ആണ് വരുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ 2 സൈഡിലേക്കും ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് കാർ പോർച്ചിലേക്കാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് തന്നെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ സ്പേസിനകത്തെല്ലാം തന്നെ ചെറിയ ഗ്രാസുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒന്നാമത്തെ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് വീടിനകത്തേക്ക് കയറിയിട്ട് നേരെ ലെഫ്റ്റ് സൈഡ് ഒന്ന് പോയി നോക്കാം. അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് 2 വീലേഴ്സ് ഒക്കെ വെക്കാനും ചെടിച്ചട്ടികളൊക്കെ നടാനായിട്ട് നല്ലൊരു സ്പേസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് ടൈല് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയ ഏരിയ തന്നെയാണ്. കംപ്ലീറ്റ് ആയിട്ട് ചെറിയ മെറ്റൽ ഷിപ്പുകളും മണ്ണും ഒക്കെ തന്നെയാണ് ഇവിടെയും ഫില്ല് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിന്റെ സൈഡിലൂടെ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴും ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. ഇവിടെ നോക്കിയാലും കാണാം, നമുക്ക് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. കിച്ചന്റെ ആ ഒരു ഡോറാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് വിരിച്ച ഒരു ചെറിയ സിറ്റ് ഔട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 2 ചെയറുകളാണ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടുത്തെ മെയിൻ ഡോറ്, ബാക്കിയുള്ള ഡോറ്, വിൻഡോകളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിയിൽ തീർത്തിരിക്കുന്ന ഡോറാണ് മഹാഗണിയിൽ. കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ടുള്ള സോഴ്സ് നോക്കുവാണെങ്കിൽ KWയുടെ വാട്ടറും ബോർവെല്ലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. മെയിൻ ഡോർ തുറന്നു നമ്മൾ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാം. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. വുഡൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ കൊടുത്ത് വുഡൻ ഡിസൈൻ തന്നെയാണ് അതിന് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 അടി നീളവും 9 അടി വീതിയുമാണ് ലിവിംഗ് സ്പേസിന് കിട്ടുന്നത്. റൂഫിലൊക്കെ ഭംഗിയുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു പാസേജ് വഴി നമ്മൾ നേരെ വരുമ്പോൾ മെയിൻ ഡോറിന്റെ പാസേജ് ആണ്. അതുവഴി നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കിച്ചൺ കാണാവുന്നതാണ്. ഡൈനിങ് സ്പേസ് കാണുന്നതിന് മുമ്പ് കിച്ചൺ കാണാം. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. എൻട്രൻസ് ഒക്കെ തന്നെ നല്ല ഭംഗിയായിട്ട് പാനലിംഗ് വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 or 3 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. വാസ്തുപരമായിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിച്ചന്റെ സ്ഥാനം. എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെയായിട്ട് ഫ്രിഡ്ജ് വെക്കാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന കൗണ്ടർ ടോപ്പിന്റെ തൊട്ട് താഴെ നിൽക്കകത്ത് നോക്കുവാണെങ്കിലും കാണാം, നിറയെ കബോർഡുകളായിട്ടാണ് ഇവിടെ എല്ലാം തന്നെ തിരിച്ചിരിക്കുന്നത്. കിച്ചന്റെ കൗണ്ടർ ടോപ്പ് നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് കളർ ആണ്. ഇവിടെയായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല ഗ്രീൻ ഷെയ്ഡിലാണ് ക്യാബിനറ്റ്സ് വരുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്. സിങ്കും പൈപ്പ് കണക്ഷനും ആ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഡോറ് കാണാം. ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ വർക്ക് ഏരിയയുടെ സ്പേസിലേക്കാണ് ഇറങ്ങാവുന്നത്. കവർ ചെയ്താൽ നമുക്ക് നല്ലൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി അവിടെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാള് കാണാം. 9 അടി നീളവും 9 അടി വീതിയുമുള്ള നല്ലൊരു ഡൈനിങ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. സ്റ്റെപ്പുകളിലെല്ലാം തന്നെ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്.
സ്റ്റെപ്പിന് താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ വെക്കാനും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ നല്ലൊരു കബോർഡ് ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക്കൽ കണക്ഷൻസ്, സ്വിച്ചസ്, കേബിൾ ഒക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ജെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. നല്ല രീതിയിൽ ഭംഗിയായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. മിററും പാനലിംഗ് വർക്കുകളും ഓപ്പൺ ഷെൽഫുകളും താഴെയൊക്കെ നോക്കിയാൽ നിറയെ ക്ലോസ്ഡ് കബോർഡുകളും LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ഈ ഒരു വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. 12 അടി നീളവും 11.5 അടി വീതിയുമാണ് ബെഡ്റൂമിന് സൈസ് ആയിട്ട് വരുന്നത്. രണ്ട് ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിൽ നല്ല ഭംഗിയുള്ള കളർഫുൾ ഡിസൈൻ വരുന്നുണ്ട്. ചുറ്റിനും LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ വുഡൻ ഡിസൈനിൽ നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജെറയുടെയാണ്. നമുക്ക് ടോയ്ലറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പുകളിലെല്ലാം തന്നെ ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഹൈറ്റ് ഉള്ള മുകളിൽ നല്ലൊരു ലൈറ്റും വരുന്നുണ്ട്. മുകളിൽ നോക്കുവാണെങ്കിൽ ഓപ്പണിങ്സ് വരുന്നുണ്ട്. ഗ്ലാസ് ഇട്ടിട്ടാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഗ്രാഫിക്കൽ ഡിസൈൻ ആണ് വരുന്നത്. ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലുള്ള പെയിന്റിങ്സ് ആണ് കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഒരു ഹാളാണ്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ചെറിയ വർക്ക് സ്റ്റേഷൻ ടേബിൾ കൂടി കിട്ടുന്നുണ്ട്. പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED സ്ട്രിപ്പുകളും ബൾബുകളും ഗ്രാഫിക്കൽ ഡിസൈനുകളും ഒക്കെയാണ് വരുന്നത്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി നമ്മൾ ആദ്യം കാണുന്ന ഡോർ ഓപ്പൺ ചെയ്യുന്നത് ബാൽക്കണിയിലേക്കാണ്. ചെറിയൊരു ബാൽക്കണി ആണെങ്കിലും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുത്ത് ടഫിന്റെ ഗ്ലാസ് ആണ്. ചുറ്റിനും മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ടോട്ടലി രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. 14.5 അടി നീളവും 11 അടി വീതിയുമുള്ള വലിയൊരു ബെഡ്റൂം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആണ് കിട്ടുന്നത്. വാർഡ്രോബ് നോക്കുവാണെങ്കിൽ വുഡൻ ഡിസൈനിൽ മിറർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ഡിസൈൻ ആണ്. LED ബൾബുകൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഗ്രീൻ കളറിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു റൂം പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് യൂട്ടിലിറ്റിക്കായിട്ടുള്ള ഈ ഒരു റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കുള്ള റീഡിംഗ് റൂം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് കൊടുത്തിരിക്കുന്നത്. ഡോറ് തുറന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ ഒരു ബെഡ്റൂം മുകളിൽ ഒരെണ്ണവും കണ്ടു. ഇനിയിപ്പോ നമുക്ക് ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണേണ്ടത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. 12.5 അടി നീളവും 12 അടി വീതിയിലുമാണ് ബെഡ്റൂം വരുന്നത്. രണ്ട് ഭാഗത്തായിട്ടാണ് നമുക്ക് വിൻഡോസ് കിട്ടുന്നത്. റൂഫ് നോക്കുവാണെങ്കിൽ ഔട്ടർ പോർഷനുകളിലെല്ലാം തന്നെ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ ഭംഗിയുള്ള ടൈലുകളാണ്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിലായിട്ടാണ്. KMEA എഞ്ചിനീയറിംഗ് കോളേജ് എല്ലാവർക്കും അറിയാം. അതിനടുത്താണ്. മെയിൻ റോഡിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് കളക്ടറേറ്റിലേക്ക് വെറും 8 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 9, ഇടപ്പള്ളിയിലേക്കും 9. കുസാറ്റ് നോക്കുവാണെങ്കിൽ കളമശ്ശേരിക്ക് 7 കിലോമീറ്റർ ആണ്. ആലുവയിലേക്ക് 9. ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 18 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. 3,400 ആണ് ലാൻഡ് അളവ്. 1,628 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണിയും കിട്ടുന്നുണ്ട്. ഒരു കാർ പാർക്കിങ്ങിനുള്ള സ്പേസും 2 വീലേഴ്സ് വെക്കാനുള്ള സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട്. റോഡിന് വളരെ അടുത്താണ്. ഓണർ ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് 73 ലക്ഷം രൂപയാണ്. 73 ലാക്സ് എന്നുള്ളതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി വാങ്ങി തരുന്നതായിരിക്കും. ഈ ഒരു വീടിന് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. HDFC, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഏത് ബാങ്കിൽ നിന്നാണെങ്കിലും ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഞങ്ങൾ ലോൺ പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. 73 ലക്ഷമാണ് പ്രൈസ്. മറക്കണ്ട.
എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീഡിയോകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.